കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും എൻ്റെ വേദ പഠന സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നെടുത്തിരിക്കുന്ന പുസ്തകം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ഇന്ന് അതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം നമ്മൾ പരിചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നാണ്. ആദിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ബൈബിൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്, സൃഷ്ടിയുടെ ആരംഭം. അതാണ് ഇവിടെ ആദിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വചനം ഉണ്ടായിരുന്നു. ആരാണ് ഈ വചനം? അതിനായിട്ട് നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 48-ഉം 49-ഉം വാക്യം നമുക്ക് വായിക്കാം. 12-ന്റെ 48-ഉം 49-ഉം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടല്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വചനം യേശുവിൻ്റെ വചനം. അപ്പോൾ ഇവിടെ വചനം ആരാണ്? യേശുവാണെന്ന് വ്യക്തമാകുന്നു. യേശുവിൻ്റെ വചനം കൈക്കൊള്ളാത്തവനെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഈ വചനം ആരാണ് യേശുവിന് കൊടുക്കുന്നത്? തൻ്റെ പിതാവായ ദൈവമാണെന്നാണ് 49-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടല്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. പിതാവ് പറയുന്നത് പോലെയാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിനെയാണ് ഇവിടെ വചനം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. അവിടെയും നമുക്ക് കാണാം, ഈ വചനം സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. യേശു ആരുടെ? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും കൂടെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. യേശു അദൃശ്യനായ ദൈവം, നമുക്കാർക്കും കാണാൻ സാധിക്കാത്ത പിതാവായ ദൈവത്തിൻ്റെ പ്രതിമയും ആദിജാതനുമാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മോശ ഇസ്രായേൽ മക്കൾക്ക് സീനായി മലയിൽ പോയി 10 കൽപ്പനകൾ എടുക്കാൻ പോയപ്പോൾ പിതാവായ ദൈവം, യഹോവയാം ദൈവം മോശയോട് ഇങ്ങനെ പറയുന്നു: നീ എന്നെ കണ്ടാൽ നീ മരിക്കും നിശ്ചയം എന്ന്. അപ്പോൾ നമ്മൾക്കാർക്കും ഈ അദൃശ്യനായ പിതാവായ യഹോവയെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ യേശു ആ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിയുടെയും ആദ്യജാതനുമാണെന്നാണ് ഇവിടെ പറയുന്നത്. യേശുവിനെ ഭൂമിയിൽ അയച്ചത് ആ അദൃശ്യനായ ദൈവത്തെ മനസ്സിലാക്കുവാനാണ്. ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയും ആദ്യജാതനും യേശുവാണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് യോഹന്നാൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം വാക്യം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് വായിക്കുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇതിനായിട്ട് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 9-ന്റെ 6-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഇങ്ങനെ വായിക്കുന്നു: നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ഇങ്ങനെയുള്ള പേരിലാണ് യേശുവിനെ അറിയപ്പെടുന്നത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യതയുടെ പിതാവ്. അപ്പോൾ ഇവിടെ ഈ വചനത്തെ ദൈവം എന്ന് വിളിക്കപ്പെടും എന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ
യേശുവിനെ കുറിച്ച് പ്രവചിച്ചതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും യോഹന്നാൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ മാത്രം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഏകജാതനായ പുത്രനാണ് ഈ പിതാവായ ദൈവത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ യേശുക്രിസ്തു പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കിച്ച് തരുന്നത്. യോഹന്നാൻ 10-ാം അധ്യായം 35-36 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ എന്നാണ് യേശു യഹൂദന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. അപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ദൈവദൂഷണം പറയുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നാണ് യേശു ചോദിക്കുന്നത്. പിതാവ് തന്നെ വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? അപ്പോൾ യേശുവിനെ പിതാവായ ദൈവം വിശദീകരിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യം പറയുന്നു: വചനം ദൈവമായിരുന്നു എന്ന്. ഇനിയും അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അത് നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി. പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വായിച്ചു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും യേശു മുഖാന്തരമാണ് പിതാവായ ദൈവം സൃഷ്ടിച്ചത്. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പിന്നെ വായിക്കുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ വ്യക്തമാണ്, യേശു മുഖാന്തരമാണ് പിതാവായ ദൈവം സകലതും സൃഷ്ടിക്കപ്പെട്ടത്. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പരിചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ 3-4 വാക്യങ്ങൾ പരിചിന്തിക്കാം. അതുവരെ കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.